പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 27:1 യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രിയ മക്കളെ, ദൈവാശ്രയത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. അതായത് ദാവീദിന് ദൈവത്തിലുള്ള ഉറപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവ വെളിച്ചവും രക്ഷയും ആശ്രയവും ബലവും ജീവനുമാണെന്ന് ഹല്ലേലൂയ ദാവീദ് വിശ്വസിച്ച് ഉറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15:2 കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു, അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും, അവൻ എൻ്റെ പിതാവിന് ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് നിത്യപ്രകാശമായിട്ട് കൂടെയുള്ളത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:17 കാണാൻ കഴിയുന്നുണ്ട്, യഹോവയെ ഇസ്രായേലിൻ്റെ വെളിച്ചമായിട്ടും. ഹല്ലേലൂയ. പിന്നെ 60:19 യഹോവയെ നിത്യപ്രകാശവുമായിട്ട് വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന യഹോവ വെളിച്ചവും രക്ഷയും ബലവുമാണ്. അതുകൊണ്ട് ഒരു ദൈവഭക്തനെ പേടിപ്പാനില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാമും എപ്പോഴും ഈ വാക്യം പറയണം, യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷ. ഹല്ലേലൂയ. ഞാൻ ആരെ ഭയപ്പെടും? പ്രിയ മക്കളെ, നമ്മുടെ ബലമായി യഹോവ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിപ്പാനില്ല. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും ഹല്ലേലൂയ സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യഹോവ വെളിച്ചമായി സത്യമായി ജീവനായി വഴിയായി നമ്മോട് കൂടെയുള്ളപ്പോൾ നാം എന്തിനു പേടിക്കണം? ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് താഴത്തെ ആ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ശത്രുക്കളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യഹോവ വെളിച്ചമായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താപ്പറ്റ് ശത്രുവിൻ്റെ ഹല്ലേലൂയ കരങ്ങളിൽ നിന്ന് വിടുവിച്ചെടുക്കും. ഹല്ലേലൂയ. ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹല്ലേലൂയ. യഹോവ നമ്മോട് കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ നാം പരാജിതരായി തീരുവാൻ കഴിയുകയില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നാം ക്ഷീണിതരായി പോകുകയില്ല. ശത്രു നമ്മെ കാണുകയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ട്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു സൈന്യം എനിക്കെതിരെ വന്നാൽ പോലും ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 3:6 പറയുന്നുണ്ട്, എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവസന്നിധി നാം വെളിച്ചമായി നമ്മുടെ കർത്താവ് കൂടെയുള്ളപ്പോൾ സൈന്യമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുക്കൾ നമ്മുടെ അടുക്കൽ വരുമ്പോഴും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കാരണം എന്താ? യുദ്ധസമാനമായത് ഹല്ലേലൂയ കടന്നു വന്നാലും എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്, എന്നെ കൈവിടില്ല. എൻ്റെ അപ്പച്ചൻ എനിക്ക് വെളിച്ചമായിട്ട് കൂടെയുണ്ട്. ഇരുളിൻ്റെ എല്ലാ അനുഭവത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ കാത്തു പരിപാലിക്കും. പ്രിയ മക്കളെ, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദാവീദിനെ പോലെ ഹല്ലേലൂയ ആ ദൈവത്തോടുള്ള ദാവീദിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. നോക്കൂ, മരണം വരെ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുക. പിന്നീട് പറയുന്നു, ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക. പ്രിയ മക്കളെ, യഹോവയുടെ ആലയത്തിൽ അഭയം പ്രാപിച്ചാൽ ശത്രുക്കളിൽ നിന്നും എന്നേക്കും രക്ഷപ്പെടാം എന്നാണ് ദാവീദ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ.
ഒരു കാര്യം അപേക്ഷിക്കുന്ന തൻ്റെ ആഗ്രഹവും ദൈവത്തോടുള്ള ആ ദൃഢധൈര്യവുമാണ് ഇത് കാണിക്കുന്നത്. പ്രിയമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ യഹോവയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സൈന്യം വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമ്മൾ ഉറപ്പോടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യഹോവയുടെ ആലയത്തിൽ പാർക്കുമ്പോൾ യഹോവയുടെ മനോഹരത്വം കാണുവാനും ധ്യാനിക്കുവാനും കഴിയും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്നുള്ള കൃപ ലഭിച്ച് ഹല്ലേലൂയ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ആ സ്തുതി സ്തോത്രങ്ങളൊക്കെ മുഴക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസന്നിധി ഉറപ്പോടെ ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപയും പരിപാലനവും വേണ്ടും പോലെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടുകൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്കായിത്തീരാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 2:37 നമുക്ക് ഒരു ഹന്നാ പ്രവാചി കാണാൻ കഴിയുന്നുണ്ടല്ലോ. പ്രിയ മക്കളെ, ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്ന ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പരിസരം മറന്ന് നമ്മുടെ കുടുംബത്തിലെ ഹല്ലേലൂയ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ദിവസം തോറും യഹോവയുടെ സന്നിധി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഹല്ലേലൂയ ഭയപ്പെടേണ്ടതായ കാര്യം വരുന്നില്ല. കാരണം യഹോവയുടെ വെളിച്ചമായിട്ട് എൻ്റെ രക്ഷയായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ നമുക്ക് ആ രക്ഷയാകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവപ്രസാദം അനുഭവിക്കുവാൻ, ദൈവഹിതം അന്വേഷിക്കുവാൻ ഹല്ലേലൂയ യഹോവയുടെ ആലയത്തിലായിരിക്കുമ്പോൾ സാധിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ അന്വേഷിക്കുന്നവനാണ് ഹല്ലേലൂയ കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്നവരായി നമ്മുടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പിന്നീട് നോക്കൂ പ്രിയ മക്കൾ, 5-ാം വാക്യത്തിൽ പറയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. പ്രയാസവേളകളിൽ ദൈവം തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 കാണാൻ കഴിയുന്നുണ്ട്, 12 വാക്യം ഹല്ലേലൂയ 1-2 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആ അത്യുന്നതന്റെ മറയിൽ വസിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രയാസവേളകളെ ദുഃഖവേളകളൊക്കെ കടന്നു വരുമ്പോൾ കൂടാരത്തിന്റെ മറവിൽ ഒളിപ്പിച്ച് നമ്മെ രക്ഷപ്പെടുത്തുന്ന നല്ലൊരു പിതാവാണ്. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ നോക്കൂ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന പോലെ നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. കൂടാതെ ഉറപ്പും സുരക്ഷിതവും നൽകുന്ന പാറമേൽ നമ്മെ ഉയർത്തും. പ്രിയ മക്കളെ, ശത്രുക്കൾക്ക് നമ്മെ വിട്ടുകൊടുക്കാത്ത യഹോവയാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ കരങ്ങളിലെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ ഹല്ലേലൂയ തിരുനിവാസത്തിന്റെ മറയിൽ മറച്ച് ഹല്ലേലൂയ അങ്ങയുടെ വെളിച്ചം പാർന്ന ഹല്ലേലൂയ അത് ഹല്ലേലൂയ വെളിച്ചത്തിലേക്ക് നോക്കി ഓരോ ദിനവും ഇരുട്ടിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റി കർത്താവേ എന്നെ വഴി നടത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പ ഓരോരുത്തരുടെയും ജീവിതത്തില് വെളിച്ചം പകർന്നു കൊടുക്കണമേ. എൻ്റെ യേശുപ്പച്ചനെ ഹല്ലേലൂയ കാണുവാൻ ഹല്ലേലൂയ കർത്താവെ സന്തോഷവും സമാധാനവും സുസ്ഥയും തരുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലായി തീരുവാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ. ഇരുട്ടിൻ്റെ അനുഭവങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുവാൻ എൻ്റെ ദൈവം ശക്തനാകിയാൽ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെ
സമർപ്പിക്കുന്നപ്പാ. വചനം കേട്ട് ഹല്ലേലൂയ കർത്താവെ സന്തോഷം അനുഭവിപ്പാൻ തിരുനിവാസത്തിന്റെ മറവിൽ ഉറക്കും ഹല്ലേലൂയ മറയ്ക്കുന്ന അപ്പന്റെ കരങ്ങളിലായി തീരുവാൻ ഓരോ മക്കളെ ഇടയാക്കണമേ. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.